പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി മൂലമുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ ഗതാഗത മന്ത്രി CP ജോൺ ഇന്ന് സ്വകാര്യ ബസ് ഉടമകളുമായി ചർച്ച നടത്തും. KSRTCയിലെ സൗജന്യ യാത്ര മൂലം വരുമാനം കുറഞ്ഞ സാഹചര്യത്തിൽ സർക്കാർ ഇടപെടണമെന്നും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നുമാണ് ബസ് ഉടമകളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ ജൂലൈ 20-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കും റിലേ ധർണയും ആരംഭിക്കുമെന്നാണ് സംയുക്ത സമിതിയുടെ മുന്നറിയിപ്പ്. വിഷയത്തിൽ പഠനം നടത്താൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സ്വന്തന സാജു വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സ്വന്തന, ഗുഡ് മോർണിംഗ്. സ്വന്തന, ഈ പ്രിയദർശിനി പദ്ധതി വലിയ വിജയമാണ്, വൻ വിജയമാണ്. ബസ്സുകളിലാകെ KSRTC പ്രിയദർശിനി ബസ്സുകളിലാകെ വലിയ തിരക്കാണ്. പക്ഷേ പ്രൈവറ്റ് ബസ്സുകളുടെ അവസ്ഥ വളരെ മോശമാണ്. വർഷങ്ങളായി പല റൂട്ടിലും സ്ഥിരമായി ഓടിക്കൊണ്ടിരുന്ന പ്രൈവറ്റ് ബസ്സുകൾ പലതും ഇതാ നിർത്തിക്കഴിഞ്ഞു. റീത്ത് വെച്ചുള്ള ബസ്സിന്റെ അവസാന യാത്രയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുമാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രൈവറ്റ് ബസ്സുകാർ അവരുടെ സംഘടന ഉന്നയിക്കും, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അത് അംഗീകരിക്കപ്പെട്ടില്ല എങ്കിൽ അടുത്ത നടപടി എന്തായിരിക്കും? സ്വാതന്ത്ര്യം നമുക്കറിയുന്നത് പോലെ തന്നെയാണ് ഈ പ്രിയദർശിനി പദ്ധതി തുടക്കമായതിന് പിന്നാലെ തന്നെ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്ന ആളുകളാണ് ഈ പ്രൈവറ്റ് ബസ് ഉടമകൾ. ഷിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല ദിവസങ്ങളിലായിട്ട് ഈ പദ്ധതി തുടങ്ങിയ ദിവസം മുതൽക്ക് തന്നെ പലയിടങ്ങളിലായി പ്രൈവറ്റ് ബസ് ഓണർമാരുടെയും പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെയും ഒക്കെ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടുവരുന്നതുമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഇവരുടെ പ്രശ്നം നേരിട്ട് കേൾക്കുന്നതിന് വേണ്ടി ഗതാഗത മന്ത്രിയായ CP ജോൺ തന്നെ ഇന്നിവരുടെ ഒരു ചർച്ച വിളിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിൽ വെച്ചിട്ടാണ് ഗതാഗത മന്ത്രിയും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസിന്റെ ഓണേഴ്സുമായിട്ട് ചർച്ച നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി അവർ സർക്കാരിനെ അറിയിക്കുക, പ്രിയദർശിനി പദ്ധതി തുടക്കമായതിന് പിന്നാലെ തന്നെ സ്ത്രീകളും അതുപോലെ തന്നെ സ്ത്രീകളൊന്നും തന്നെ ഈ പ്രൈവറ്റ് ബസ്സിലേക്ക് കയറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി. അത് സാമ്പത്തികമായി അവരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൺസെഷന്റെ കാര്യത്തിൽ കാലോചിതമായ ഒരു വർധനവ് ഉണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ഇന്നിപ്പോൾ സർക്കാരിനെ അറിയിക്കുവാൻ വേണ്ടി ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായി തന്നെ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ജൂലൈ 20 മുതൽക്ക് തന്നെ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാൻ വേണ്ടിയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ റിലേ സത്യാഗ്രഹവും അതുപോലെ തന്നെ അനിശ്ചിതകാല സത്യാഗ്രഹവും ഒക്കെ തുടങ്ങാൻ തന്നെയാണ് ഇവരുടെ എന്തായാലും തീരുമാനം. അതിനു മുൻപ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും ഇവരുന്ന സർക്കാരിനെ അറിയിക്കുക. എന്തായാലും ഈ പ്രൈവറ്റ് ബസ് ഉടമകളുടെ പ്രശ്നം പഠിക്കാൻ വേണ്ടി സർക്കാർ തന്നെ ഒരു കമ്മിറ്റിയൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കമ്മിറ്റി കൂടി എന്താണ് പറയുന്നത് എന്നതിന് അടിസ്ഥാനമായിട്ടായിരിക്കും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഏത് തരത്തിൽ പരിഹാരം വേണമെന്ന് സർക്കാരും തീരുമാനിക്കുക. എന്തായാലും ഇന്നിപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇവരുമായിട്ട് ഒരു ചർച്ച നടത്തുവാൻ വേണ്ടി ഗതാഗത മന്ത്രി തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ശരി സ്വാതന്ത്ര്യം.